ശബരിമലയിലെ സ്വർണം സംരക്ഷിക്കുന്നതിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും വീഴ്ച സംഭവിച്ചു. സണ്ണി ജോസഫ്. ശബരിമലയിലെ സ്വർണം സംരക്ഷിക്കുന്നതിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും വീഴ്ച സംഭവിച്ചെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കോൺഗ്രസ് ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഭരണതലത്തിലുള്ള ദുസ്വാധീനമാണ് തട്ടിപ്പിന് കളമൊരുക്കിയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സർക്കാരും ദേവസ്വം ബോർഡും ന്യായീകരിച്ച് മാറി നിൽക്കാൻ കഴിയില്ല. അയ്യപ്പ സംഗമം പോലും പ്രഹസനം എന്ന് വ്യക്തമാക്കി. സ്വർണം നഷ്ടപ്പെടാൻ ഇടയായ സാഹചര്യം അന്വേഷിക്കണം. ഉത്തരവാദികൾക്കെതിരെ നടപടി വേണം. കോൺഗ്രസ് ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധം സംഘടിപ്പിക്കും. അഖിലേന്ത്യാ നേതാക്കൾ വരെ സമരത്തിന്റെ ഭാഗമാകും. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണവാതിലും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും ഉണ്ണികൃഷ്ണൻ പോറ്റി വിവിധയിടങ്ങളിൽ പ്രദർശിപ്പിച്ചതിന് തെളിവുകൾ പുറത്തുവന്നു. സ്വർണ്ണവാതിൽ ചെന്നൈയിൽ എത്തിച്ചു നടത്തിയ പൂജയിൽ നടൻ ജയറാമും വീരമണിയും അടക്കമുള്ളവർ പങ്കെടുത്തിട്ടുണ്ട്. അതേസമയം വിവാദത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. പൂജ അവധി കഴിഞ്ഞ ഉടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് PS പ്രശാന്ത് പറഞ്ഞു. 99 മുതൽ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും ശ്രീകോവിൽ വാതിൽ പലയിടത്ത് പൂജ ചെയ്തതും അന്വേഷിക്കണമെന്ന് PS പ്രശാന്ത് ആവശ്യപ്പെട്ടു. തെറ്റ് ചെയ്ത ആരെയും സംരക്ഷിക്കില്ല. ദ്വാരകപാലക ശില്പം ചെമ്പ് ഉൾപ്പെടെയാണ് 4.5 കിലോ കുറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2019 സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. തെറ്റ് ചെയ്തവരെ ഒരിക്കലും സംരക്ഷിക്കില്ലെന്നും പ്രശാന്ത് പറഞ്ഞു.